നമസ്കാരം. അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് എനിക്കൊപ്പമുള്ളത് AP ഭരത്കുമാർ സാറാണ്. നമസ്കാരം. എങ്ങനെയായിരുന്നു അടിയന്തരാവസ്ഥ കാലം താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തെ ബാധിച്ചത്? ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഒരു ജീവനക്കാരനായിരുന്നു. എങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജൂൺ മാസം മുതൽ ഞാൻ അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കൊരു ചുമതലയുണ്ടായി. അടിയന്തരാവസ്ഥ കാലത്ത് കുരുക്ഷേത്ര എന്ന് പറയുന്ന നമ്മുടെ അണ്ടർഗ്രൗണ്ട് പബ്ലിക്കേഷൻ, അതിൻ്റെ ചുമതല ആയിട്ട് പ്രിൻ്റ് ചെയ്യുന്ന ചുമതല എനിക്കുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആണ് എന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്നെ അറസ്റ്റ് ചെയ്ത് രാത്രി ഒരു 1:30 മണി നേരത്താണ്. പക്ഷേ അവർ കേസ് എൻ്റെ വീട്ടിൽ നിന്ന് അർദ്ധരാത്രി പോലീസ് വലിയ ബോംബെ ഡൂണിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന മാതിരി ഫുൾ വീട് റൈഫിൾ കവർ ചെയ്ത്, റൈഫിൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കവർ ചെയ്ത് അങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യുക ചെയ്തത്. അവർ അറസ്റ്റ് ചെയ്തതിന് ശേഷം 3:30 മണിക്ക് തന്നെ പ്രസ്സിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവർ കേസ് ഉണ്ടാക്കിയത്. വാസ്തവത്തിൽ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് പുറത്ത് കൊണ്ടുപോയി മർദ്ദനം അവിടെ നിന്നേ തുടങ്ങി. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ തുടങ്ങി. അപ്പോൾ എൻ്റെ ഏട്ടൻ മാത്രമാണ് ഒന്നുണ്ടായിരുന്നുള്ളൂ. ഏട്ടൻ ഒന്ന് ഇൻ്റർഫിയർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർ ഏട്ടനെ അടിച്ചു. ഏട്ടൻ താഴെ വീണു. പിന്നെ എന്നെ അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് മർദ്ദനം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് വേണ്ടിയിരുന്നത് കംപ്ലീറ്റ് എമർജൻസിയുടെ കാര്യങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ പ്രവർത്തകരെ കുറിച്ച് അറിയണം, അതിൻ്റെ ലഘുലേഖകളെ കുറിച്ച് അറിയണം, അത് എവിടെ നിന്ന് കിട്ടുന്നത്, എവിടെ പ്രിൻ്റ് ചെയ്യുന്നത്, എന്താ കാര്യങ്ങൾ അറിയണം. പ്രിൻ്റ് ചെയ്യുന്നവരുടെ കയ്യിൽ ഓൾറെഡി ഇറ്റ് ഈസ് ദർ. അവർ അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ടാണ് വന്നത്. എന്നിട്ടാണ് മർദ്ദനം തുടങ്ങിയത്. മർദ്ദനം തുടങ്ങി എനിക്ക് സംഘത്തോട് അത്രയും ഒരു ഭക്തിയും ഇതുള്ളത് കൊണ്ട് എനിക്ക് സംഘത്തിൻ്റെ ഒരു കാര്യവും പറയാനുള്ള ആ ഒരു ഇതുണ്ടായിരുന്നില്ല. മർദ്ദനം ഞാൻ സഹിക്കാൻ തയ്യാറായിരുന്നു. എൻ്റെ പ്രായം അതാണ്. അന്ന് അത്തരത്തിൽ എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് എനിക്ക് 23 വയസ്സ്. അപ്പോൾ എന്തിനും തയ്യാറായതുകൊണ്ട് ഞാൻ മർദ്ദനം സഹിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും ഗിവ് ഔട്ട് ചെയ്യാതെ ശ്രമിച്ചു. അതുകൊണ്ട് അവർ പിന്നെയും പിറ്റേ ദിവസം 12 ദിവസം അവരെന്നെ പോലീസ് ലോക്കപ്പിലിട്ടു, വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ. ആ സമയത്ത് പല പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോകും. ആ ഭാഗത്തുള്ള പ്രവർത്തകരെ കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് കൊണ്ടുപോകും. അവിടെയൊക്കെ വെച്ച് മർദ്ദനം ഉണ്ടാവും. അവരുടെ മർദ്ദന രീതികൾ പല രീതിയിലുള്ള മർദ്ദനങ്ങൾ ഉണ്ടായിരുന്നു. തൊട്ട് മുമ്പ് എനിക്കൊരു ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ അങ്ങ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തോ വയറൊഴിച്ച് ബാക്കി എല്ലാ ഭാഗവും അവർ എന്നെ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ആ രീതിയിൽ 12 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ അവർ കോടതിയിലേക്ക് അയക്കുന്നത്. കോടതിയിൽ മർദ്ദനമൊന്നും ഉണ്ടായിരുന്നില്ല. കോടതി കഴിഞ്ഞ് അവർ എന്നെ റിമാൻഡ് ചെയ്തു, ജയിലിലേക്ക് പോയി. അവിടെ മർദ്ദനം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഭക്ഷണ രീതികൾ ഒരു അവിടുത്തെ ഒരു ചാവക്കാടുള്ള ഒരു ഇതിലാണ്, കോടതിയായിരുന്നു, സബ് ജയില്. അവിടെ ഒന്നും സൗകര്യങ്ങളൊന്നുമില്ല, ഭക്ഷണമൊന്നും വേണ്ടത് കിട്ടില്ല, മാനിപ്പുലേറ്റ് ചെയ്യും. അവിടെയുള്ള ഭക്ഷണം കൊടുക്കേണ്ടവർ ആ വാർഡന്മാർ അവിടുത്തെ ഭക്ഷണം അവരുടെ വീട്ടിലേക്ക് അരിയും അതൊക്കെ കൊണ്ടുപോയി. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. അപ്പം അതുകൊണ്ട് ഡെറ്റിന്യൂസിന് ഭക്ഷണം വേണ്ട രീതിയിൽ കിട്ടിയിരുന്നില്ല. ഞാൻ ജയിലിൽ വെച്ച് തലകറങ്ങി വീഴൊക്കെ ഉണ്ടായി. അതുകൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡെയിലി എനിക്ക് ഒരു ഭക്ഷണ ചാർട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു. പക്ഷെ അത് അവർ തന്നില്ല. തന്നു വരുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു എന്നല്ലാതെ അവർ തരത്തില്ല. അപ്പം അത് എൻ്റെ അസുഖങ്ങൾ അഗ്രവേറ്റ് ചെയ്തു. വല്ലാതെ പ്രശ്നങ്ങളായി. എപ്പോഴും ഛർദ്ദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് 5.5 മാസം കഴിഞ്ഞപ്പോൾ എന്നെ കേസുണ്ടായിരുന്നു. DIR എന്നെ ബുക്ക് ചെയ്തിട്ടായിരുന്നു. എല്ലാ ഇടയ്ക്കിടയ്ക്ക് എന്നെ കോടതിയിൽ കൊണ്ടുപോകും. അവിടെ വിചാരണ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരും. കഫ്ലിങ്സ് ഇട്ട് അല്ലെങ്കിൽ എന്താ വിലങ്ങ് വെച്ചിട്ടൊക്കെ ചിലപ്പോൾ കൊണ്ടുപോവുക, കോട്ടി കൂടെ കൊണ്ടുപോകും. അങ്ങനെ ലോക്കപ്പ് മർദ്ദനം എന്ന് പറഞ്ഞാൽ മർദ്ദനത്തെ കൂടുതൽ നാണക്കേടായിരുന്നു കൂടുതലും. ഒന്നാമത്തെ വസ്ത്രം ധരിക്കാൻ വളരെ നോമിനലായിട്ട് ഒരു വസ്ത്രം മാത്രമേ അവർ ധരിക്കാൻ തരുള്ളൂ. പിന്നെ ചെളിയുള്ള മണ്ണിൽ കിടക്കണം. അന്ന് നിന്നമാതിരി സിമെന്റഡ് സ്ഥലമൊന്നുമല്ല, മണ്ണിൽ ന്യൂസ് പേപ്പർ തരും. ആ ന്യൂസ് പേപ്പർ ഒരു ദിവസം കൊണ്ട് തന്നെ കയറിപ്പോവും. പിന്നെ ആ മണ്ണിൽ തന്നെ കിടക്കണം. കിടന്നു കഴിഞ്ഞാൽ കുളിക്കാൻ, പല്ല് തേക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളില്ല. നമ്മൾ തന്നെ വെള്ളം കോരി കുളിക്കണം. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ ചുറ്റും നിറയെ വീടുകളാണ്. അവരൊക്കെ ഇത് കാണും. ഞാനൊരു അണ്ടർ വെയർ മാത്രം എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചിരുന്നത്. അപ്പോൾ നമ്മളൊരു മറ്റ് ഡിറ്റിനേഴ്സിൻ്റെ മാതിരി കള്ളന്മാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് അവർ കമ്പയർ ചെയ്യുമല്ലോ, ഞാൻ അതായിരിക്കും എന്നുള്ള ധാരണയിലുള്ള ഒരു നോട്ടവും അതും ഇതൊക്കെ ഉണ്ട്. അത്
അതായിരുന്നു കൂടുതൽ അസഹനീയമായിട്ടുണ്ടായിരുന്നു. പിന്നെ മർദ്ദനം കാല് തൊട്ട് മേപ്പെട്ട് വരെ പറ്റാവുന്ന സ്ഥലത്തൊക്കെ അവരടിക്കും. നല്ല അവരുടെ ചൂരലുമുണ്ട്, പിന്നെ മറ്റേ ഇതുമുണ്ട്, ഒരു പോലീസ് ദണ്ഡുമുണ്ട്, മർദ്ദിക്കുമായിരുന്നു. പിന്നെ പലതരത്തിലുള്ള മർദ്ദന മുറകളും ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അത് മുഴുവൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതായത് ഇപ്പോൾ ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഗരുഡൻ തൂക്കം, അല്ലെങ്കിൽ അങ്ങനെ, പിന്നെ ഉരുട്ടല്, ഇതൊന്നും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എൻ്റെ സ്ഥിതി അതായിരുന്നു. ഞാൻ വളരെ വീക്കായിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വളരെ വീക്കായി. അതുകൊണ്ടാവാം, എനിക്കറിയില്ല. പക്ഷെ മർദ്ദനം എന്ന് പറഞ്ഞാൽ ഈ സാങ്കല്പിക കസേരയിലിരിക്കുക, വിഷമിച്ച് വീഴും താഴെ നമ്മൾ, അപ്പോൾ വീണ്ടും അടി കിട്ടും. നമ്മൾ വീണാൽ വീണ്ടും അടിച്ചിട്ട് വീണ്ടും നിർത്തിക്കും. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നിന്ന് മറ്റു ഭാഗത്തേക്ക് തന്നെ തള്ളിവിടും. അപ്പോൾ എതിർ ഉള്ള ആ വാളിൽ നമ്മൾ തട്ടി മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അപകടം വരാം. പക്ഷെ അവിടെ നിന്ന് ഒരാൾ പിടിക്കും. അപ്പൊ ആ ഷോക്കിൽ ഞാൻ അവരോട് അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പറയണം. ഇതാണ് ഇതുമാതിരിയുള്ള മർദ്ദന 12 ദിവസം അത്രയും രൂക്ഷമായ മർദ്ദന മുറകൾ സഹിക്കേണ്ടി വന്നു. അപ്പൊ പലപ്പോഴും നമുക്ക് ഭക്ഷണം, തൊണ്ട വരണ്ടാലും ഭക്ഷണം കിട്ടില്ല, ചായ പോലും കിട്ടില്ല. ചില പോലീസുകാർ സിമ്പതി ആകുമ്പോൾ രാത്രി ഹയർ ഓഫീസേഴ്സ് ആരും ഇല്ലാത്ത സമയം നോക്കി അവർ ചായ മേടിച്ച്, എൻ്റെ സ്ഥിതി കണ്ടിട്ട് ഒരു ചായ മേടിച്ച് തരും. അങ്ങനെയൊക്കെ ആണ് ഞാനത് മാനേജ് ചെയ്ത് എങ്ങനെ പോയി. പക്ഷെ അത് ആരോഗ്യത്തെ എത്രത്തോളം ബാധിച്ചു? കാരണം ആ സമയത്ത് തന്നെ എൻ്റെ അസുഖം അഗ്രവേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ജയിലിൽ പോയ സമയത്ത് അവിടെ വേണ്ടത് ഭക്ഷണമൊന്നും കിട്ടാതെ ക്ഷീണിച്ച് തലകറങ്ങി വീണു. അതിനുശേഷം അത് എനിക്ക് അതിന് റിക്കവർ ചെയ്യാൻ പ്രയാസമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അത് അഗ്രവേറ്റ് ചെയ്ത് എനിക്ക് അത് അൾസറായിട്ട് ഫോം ചെയ്തു. അൾസറിന് ഓപ്പറേറ്റ് ചെയ്തു. അതിനുശേഷം എൻ്റെ പാൻക്രിയാസിൽ സ്റ്റോൺ ഡെവലപ്പ് ചെയ്തു വന്നു. അത് എന്നെ ഓപ്പറേറ്റ് ചെയ്തു. അത് അവസാനം കണ്ടുപിടിച്ചത് അതിലൊക്കെ ക്യാൻസർ ആയിട്ടുണ്ടെന്നാണ്. അങ്ങനെ ക്യാൻസർ രോഗത്തിന് ഞാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ മോശമായിട്ടൊരു കണ്ടീഷനാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാൻസർ രോഗത്തിലേക്ക് എത്താൻ ഈ അടിയന്തരാവസ്ഥ എത്രത്തോളം കാരണമായിട്ടുണ്ടാകാം? അത് ഇതുകൊണ്ടാണ്, ഈ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അൾസർ ഡെവലപ്പ് ചെയ്ത്, അതുകൊണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അത് ഡോക്ടറും പറഞ്ഞ അതാണ്. വേറെ പാൻക്രിയാറ്റിക് ആയിട്ട് പ്രോബ്ലം വരുന്നത് ഈ ചില ഭക്ഷണം രീതിയിൽ കപ്പ അതുപോലെ കാര്യം കഴിക്കുന്നവർക്ക് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ ഡോക്ടർ പറഞ്ഞ അങ്ങനെയല്ല, നിങ്ങൾ പട്ടിണി കിടന്നിട്ടും നിങ്ങളുടെ ഇതുകൊണ്ടുണ്ടായ സംഭവമാണ് എന്നാണ് എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത്. വയറിന് ഈ പാൻക്രിയാസിൽ സ്റ്റോൺ വരുന്നത് അങ്ങനെയായിരിക്കണം എന്നാണ് അവരുടെ നിഗമനം. അത് കൂടിയാണ് ക്യാൻസറായി. വിപ്പിൾ സർജറി ചെയ്തു. വയറിൽ 2-3 പാർട്ട്, ഡിയോഡിനം പോയി, പാൻക്രിയാസ് എടുത്തു കളഞ്ഞു, കുടലിൻ്റെ കുറച്ച് ഭാഗം എടുത്തു കളഞ്ഞു. അപ്പോൾ കുറച്ച് ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ക്ഷീണിച്ചു. ഞാനൊരു 58 കിലോ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പം ഞാൻ വെറും 38-40 കിലോ ഉള്ളൂ. അതിങ്ങനെ വെയിറ്റ് കൂടത്തക്ക രീതിയിലൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഇത്രയും കഷ്ടതകൾ ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അന്നത്തെ കാലത്ത് വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിശ്ചയമായിട്ടുമില്ല. ഞാൻ ചെയ്തതൊരു ദൈവിക കാര്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അത് അന്നും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. എനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് സംഘം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്ന് വരെ ഒരു പാശ്ചാത്താപം അവന് തോന്നിയിട്ടില്ല. ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി, അത്രേ തോന്നി. അതുകൊണ്ട് ഞാൻ സഹിക്കാൻ തയ്യാറായിരുന്നു. അവര് പല പീഡനമുറകളും സ്വീകരിക്കുന്ന സമയത്തും ചങ്കുറപ്പോടുകൂടി നിൽക്കാനുള്ള ഒരു ഇതെനിക്ക് തന്നെ എൻ്റെ ആദർശത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ്. അങ്ങനെ ആദർശത്തോട് പ്രതിബദ്ധതയുള്ള നിരവധി ആളുകൾ എമർജൻസിയിൽ കഷ്ടപ്പെട്ട് യാതനകൾ സഹിച്ചു. എന്തെല്ലാം ഈ നേരത്തെ പറഞ്ഞ മർദ്ദനമുറകൾ സഹിച്ച ആളുകളുണ്ട്. അതുപോലെ അവര് അടിയന്തരാവസ്ഥക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചു. ആ പോസ്റ്റർ നക്കി തുടപ്പിക്കുക, പിന്നെ അത് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്ന സമയത്ത് ഓടയിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ അനുഭവിച്ച ആളുകൾ ഇന്നും ദുരിതം അനുഭവിക്കുന്നത്. ഇപ്പൊ ഈ എമർജൻസി കഴിഞ്ഞതിന് ശേഷം 3 മാസത്തിനുള്ളിൽ 28 ആള് മരിച്ചു. 28 ആള് അവര് മരിച്ചു. അത് ഈ പീഡനങ്ങൾ സഹിച്ചിട്ട്, മർദ്ദനം സഹിച്ചിട്ടാണ്. അങ്ങനെ നിരന്തരമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇന്നും കഷ്ടപ്പാട് സഹിച്ച് ജീവിക്കുന്നവര് ധാരാളം പേരുണ്ട്. അവർക്ക് വീടുകൾ അനാഥത്വമായി, ജോലിയില്ലാതെ പലർക്കും, വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസം മുടങ്ങി. ഇതൊന്നും സമൂഹം അറിഞ്ഞില്ല.
പ്രത്യേകിച്ച് കേരളത്തിന്റെ അന്തരീക്ഷത്തില്. കാരണം കേരളം ഭരിച്ചിരുന്ന CPI ആണ്, കോൺഗ്രസിന്റെ കൂടെ ചേർന്നുകൊണ്ട്. കരുണാകരനായിരുന്നു ആഭ്യന്തരമന്ത്രി. പോലീസ് ഏറ്റവും നികൃഷ്ടമായിട്ട് തന്നെ പെരുമാറി. വളരെയധികം പീഡനങ്ങള് ഈ പോലീസിന്റെ മർദ്ദനമുറകൾ കൊണ്ട് സഹിക്കേണ്ടി വന്നു കേരളത്തില്. അത് കരുണാകരന്റെ പ്രത്യേക ഇൻട്രസ്റ്റ് ചെയ്തു എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അങ്ങേപോലെയുള്ള ഒരുപാട് പേർ അനുഭവിച്ച ഈ കഷ്ടതകളുടെ ഒരു ബാക്കിയായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ന് ഇവിടെയുള്ളവരെല്ലാവരും അനുഭവിക്കുന്നത് എന്നുള്ളത് കൂടിയുണ്ട്. ഒപ്പം തന്നെ ആ ഒരു ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ അടിയന്തരാവസ്ഥയുടെ ആവശ്യകത എന്താണ്, എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരത്തിലൊരു അടിയന്തരാവസ്ഥ? മാസത്തില് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സ്വതന്ത്ര ഭാരതം അങ്ങനെ ഒരു സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വരുമായിരുന്നു എന്ന്. കാരണം ബ്രിട്ടീഷ് രാജും അതുപോലെ മുഗളുടെ ഭരണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ കാലഘട്ടത്തിന്റെ പീഡനങ്ങൾ, മർദ്ദനങ്ങൾ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സ്വതന്ത്ര ഭാരതം ഇതിൽ നിന്നൊക്കെ മുക്തമായി ജനങ്ങൾക്ക് വളരെ സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഭരണവ്യവസ്ഥ ഇവിടെ ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അതിന് തക്കതായിട്ടുള്ളൊരു ഭരണഘടന നമുക്കുണ്ടായി. നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്തിയ മഹത് വ്യക്തികൾ അവർ അത്തരത്തിലുള്ള ഭരണഘടന നമുക്ക് നൽകി. ആ ഭരണഘടന അനുസരിച്ച് ഭാരതത്തില് ആ സ്വാതന്ത്ര്യം, സമൂഹത്തിന്റെ സ്വാതന്ത്ര്യവും സമാധാനം നിലനിർത്തക്കത്ത രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കി. അതാണ് നമ്മുടെ ജുഡീഷ്യറിയും, പാർലമെന്റ് കൂടാതെ നമ്മുടെ ജുഡീഷ്യറിയും, എക്സിക്യൂട്ടീവും, അതുപോലെ തന്നെ നമ്മുടെ പ്രസ്സും. പക്ഷേ ഇന്ദിരാഗാന്ധി ആദ്യം ചെയ്ത കാര്യം പാർലമെന്റിൽ തന്നെ അവരുടെ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാക്കി. ആ മൃഗീയ ഭൂരിപക്ഷം തന്നെ ശരിയല്ലെന്ന് കോടതി പറഞ്ഞു. ഹൈക്കോടതി അഴിമതിയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു സ്ഥാനാർത്ഥിത്വം റദ്ദാക്കിയത്. പക്ഷെ അവരതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന് അവരതിനെ തടയിട്ട് വീണ്ടും തുടർന്നു. പിന്നീട് ചെയ്തത് ജുഡീഷ്യറിക്കൊന്നും അവകാശമില്ലാതാക്കി. മിസ, DIR പോലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ അല്ലെങ്കിൽ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കി ജുഡീഷ്യറിക്ക് അതിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങളാക്കി കഴിഞ്ഞു. പിന്നെ ജഡ്ജിമാർക്ക് പോലും ഭയമായിരുന്നു, അവരുടെ പോലും സ്ഥാനം തെറിക്കുമെന്നുള്ള സാഹചര്യങ്ങൾ പലതും ഉണ്ടായി അവിടെ ആ സമയത്ത്. അതുകൂടാതെ എക്സിക്യൂട്ടീവ്, ഭരണ വ്യവസ്ഥ ചെയ്യുന്ന എക്സിക്യൂട്ടീവ്, പോലീസ് ഫോഴ്സ്, അവരൊക്കെ ഇന്ദിരാഗാന്ധിക്ക് വഴങ്ങിക്കൊടുക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് അവലംബിച്ചത്. അതുണ്ടായി. അതിനുശേഷം പ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരക്ഷരം ഇന്ദിരാഗാന്ധിയുടെ ഈ സ്വേച്ഛാധിപത്യമായിട്ടുള്ള ഭരണത്തിനെതിരായിട്ട് സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കാൻ തോന്നിയിരുന്നെങ്കിൽ ഉടനെ അവരുടെ പ്രസ് പൂട്ടിക്കൊണ്ട് അവർ സ്വാതന്ത്ര്യം എടുത്തു കളയുക, പല പത്രപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുക, ഇതൊക്കെ ഉണ്ടായി അന്നത്തെ. അപ്പോൾ നമ്മുടെ ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്യുന്ന 4 തൂണുകളും തകർത്തെറിഞ്ഞിട്ടാണ് അടിയന്തരാവസ്ഥ മുന്നോട്ട് കൊണ്ടുപോയത് ഇന്ദിരാഗാന്ധി. അവസാനം അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത് അവർക്ക് ഭൂരിപക്ഷം കിട്ടും എന്നുള്ള ധാരണ ഉണ്ടായതുകൊണ്ടാണ്. നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അവർക്ക് കൊടുത്ത റിപ്പോർട്ട് അങ്ങനെയുള്ളതായിരുന്നു. ജനങ്ങളുടെയൊക്കെ, ഭാരതത്തിലെ ജനങ്ങളുടെ ഭാഗ്യത്തിന് അവര് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അവർ നിഷ്കാസിതരായി. അത് വളരെ അമ്പേ പരാജയപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ. കേരളത്തിൽ മാത്രം അതുണ്ടായില്ലേ? കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കരുണാകരൻ അക്കാര്യത്തിൽ വളരെ പർട്ടിക്കുലർ ആയിരുന്നു. ഇവിടെ ഒരു കാര്യവും ജനം അറിയരുത് എന്നുള്ള ധാരണയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അതിന്റെ ഫലമാണ് അവർക്ക് കിട്ടിയത്. ഭാരതത്തിൽ എന്ത് നടന്നു, കേരളത്തിൽ എന്ത് നടന്നു എന്ന് ജനം അറിഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് അതിനുള്ള സൗകര്യം കിട്ടി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ. അപ്പൊ അതിനുശേഷം ഇപ്പോ നമ്മൾ കാണുന്ന ഇനി ഒരിക്കലും ഒരു അടിയന്തരാവസ്ഥ വരില്ലെന്നും പറയാനാവില്ല. കാരണം നമ്മൾ പഠിച്ചു, എന്ത് സംവിധാനമുണ്ടായാലും അതിനെയൊക്കെ മറികടക്കാൻ ഒരു ഡെസ്പോട്ടിക് റൂളിന് അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപതിക്ക് സാധിക്കും എന്നുള്ള സംവിധാനം, അന്തരീക്ഷം നമ്മുടെ എല്ലാ സ്ഥലത്തും, എല്ലാ ജനാധിപത്യ സംവിധാനത്തിലും ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടത്. പക്ഷെ അതിനി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അത് നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഭരണം, പ്രത്യേകിച്ചും മോദിയുടെ ഗവൺമെന്റ് അതിന് തക്കതായിട്ടുള്ള അതിനൊക്കെ തടയിട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സമാധാന ജീവിതം ഉറപ്പുവരുത്തത്തക്ക രീതിയിലെ പല കാര്യങ്ങളും മോദി ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞു, പ്രസിന്റെ മേലൊക്കെ വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടായ അല്ലെങ്കിൽ നിശബ്ദരായി പോയ ഒരു സമയമായിരുന്നു അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അന്ന് ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അല്ലെങ്കിൽ അന്ന് സംഭവിച്ചിരുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും നമുക്കൊന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മാധ്യമം എന്ന് പറയുന്നത് കുരുക്ഷേത്രയും സുദർശനവും ഒക്കെയാണ്. ഇതിനെ പ്രിന്റിംഗ് വിഭാഗത്തിൽ വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രോസസ്? എന്താ വെച്ചാൽ അതിനൊരു വളരെ ശാസ്ത്രീയമായ ഒരു സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞിരുന്നു.
അന്നത്തെ കാലത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് നിരോധിക്കപ്പെട്ടിരുന്നു. അതെ. പക്ഷേ ജനാധിപത്യ പുനഃസ്ഥാപിക്കണം എന്നുള്ളത് കൊണ്ട് ജനകീയമായ ജനാധിപത്യ രീതിയിൽ ഗാന്ധിയൻ രീതിയിൽ സമരമുറകളാണ് ആവിഷ്കരിക്കപ്പെട്ടത്. ലോക സംഘർഷ സമിതി രൂപീകരിക്കുകയും അതിൻ്റെ ബാനറിൽ നിന്നുകൊണ്ട് എല്ലാ സ്ഥലത്തും സമരങ്ങൾ നവംബർ മാസത്തിൽ ജനുവരി മാസം വരെയുള്ള 4 മാസം വളരെ ഗംഭീരമായിട്ടുള്ള സമരങ്ങൾ. ആ സമരങ്ങൾ എന്ന് പറഞ്ഞാൽ 10-15 പേരുടെ ബാച്ചുകളായിട്ട് പോയി ഓപ്പണായിട്ട് പൊതുവേദിയിൽ ചെന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ വാൾപോസ്റ്റുകൾ പ്ലക്കാർഡുകൾ പിടിക്കുക, പ്രസംഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത ഒരു സമര രീതിയായിരുന്നു അത്. പക്ഷെ അതിനെയാണ് അടിച്ച് ഒതുക്കിയത്. അപ്പോൾ പിന്നെ മാർഗം ഉണ്ടായിരുന്ന പത്രങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുരുക്ഷേത്ര സുദർശനമാണ്. അപ്പോൾ ഞാൻ കുരുക്ഷേത്രയുടെ പ്രിന്റിംഗ് ആണ് എൻ്റെ വാസത്തിൽ ഞാൻ ചുമതല എടുത്തപ്പോൾ കുരുക്ഷേത്ര 15 അതുവരെ 14 ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 15 ഞാൻ കൊടുത്തത്. ആ കൊടുക്കുന്നതിൻ്റെ വ്യവസ്ഥ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഈ പ്രിന്റ് ചെയ്യുന്ന വ്യക്തി, പ്രിന്റിന് കൊടുക്കുന്നയാള്, പിന്നെ വേറൊരാള്, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരാള്, അതിൻ്റെ ഒറിജിനേറ്റർ, ഇവരൊക്കെ പ്രത്യേകം തട്ടിലാണ്. അവർ പരസ്പരം അറിയണം നിർബന്ധമില്ല. തൻ്റെ അടുത്തുള്ള ആളാരാന്ന് വെച്ചാൽ അയാളെ മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനത്തെ സംവിധാനമായിരുന്നു. അതുകൊണ്ട് എനിക്ക് തരുന്നയാളെ അല്ലാതെ എനിക്ക് അതിനപ്പുറത്ത് ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് ഞാൻ അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെ വളരെ നല്ല ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തത്. പക്ഷെ പ്രസ് പിടിച്ചപ്പോൾ നാച്ചുറലി ആ പ്രസ്സിൽ ഇത്തിരി നിരുത്തരവാദിയായിട്ടുള്ള ഒരാളായിരുന്നു. അത് ഞാൻ അറിയുന്നില്ല. കാരണം എനിക്ക് പ്രസ്സുമായിട്ട് ബന്ധമില്ല. ഞാൻ മറ്റൊരാളെയാണ് ഏൽപ്പിച്ചത്, ഒരു സോഷ്യലിസ്റ്റ് പ്രവർത്തകനെയാണ് ഞാൻ ഏൽപ്പിച്ചത്. മൂപ്പരെ പിടിപ്പേട് കൊണ്ട് അല്പം മദ്യമൊക്കെ കഴിക്കുന്ന ഒരു പ്രസിന്റെ ആശാനെയാണ് ഏൽപ്പിച്ചത്. അയാളിൽ നിന്ന് ചോർന്നു. സ്വാഭാവികമായിട്ടും അവസാനം എൻ്റെ അടുത്തെത്തി എന്നെ അറസ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടായത്. അപ്പോൾ സംവിധാനം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നിരുന്നു. കുരുക്ഷേത്രം 15 പിടിച്ച പിറ്റേ ദിവസം തന്നെ ഈ കുരുക്ഷേത്രം 15 തൃശ്ശൂരിലെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ജഡ്ജിയുടെ വീട്ടിലൊക്കെ ഇത് കൊണ്ടിടാൻ നമ്മുടെ ആളുകൾക്ക് ചെയ്യാൻ സാധിച്ചു. രാത്രി ഇരുളിലാണ് ഇത് കൊണ്ടുപോവുക. നമ്മൾ സൈക്കിളിലൊക്കെ ചാക്കിലൊക്കെ വെച്ച് കെട്ടിയിട്ട് ഈ കുരുക്ഷേത്രത്തെ കൊണ്ടുപോവുക. പോകുന്ന സമയത്ത് എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായി. ഞാനിങ്ങനെ ഇതൊക്കെ സൈക്കിളിൽ വെച്ച് കെട്ടി കൊണ്ടുപോവാണ്. ആ സമയത്ത് സമയത്ത് ഒരു പോലീസ് ജീപ്പ് വന്നു. എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അടുത്ത സുഹൃത്തിൻ്റെ, എൻ്റെ കൂടെ വേറെ ആളുണ്ട്, ഇയാളുടെ പെങ്ങളുടെ വിവാഹമാണ്, അതിന് കായക്കൊല കൊണ്ടുപോകാൻ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്തോ എൻ്റെ ഭാഗ്യത്തിന് ശരി വേഗം കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അവർ വിശ്വസിച്ചത്. അല്ലെങ്കിൽ അപ്പോൾ തന്നെ പിടിക്കപ്പെടുമായിരുന്നു. അപ്പോൾ അത്രയും നല്ല സംവിധാനത്തോടു കൂടി നമ്മൾ, പിന്നെ ഭാഗ്യവശാൽ അന്ന് ഈ എമർജൻസിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നല്ല ചെറുപ്പക്കാർ അവർ തയ്യാറായി എന്നുള്ളതാണ്. കേരളത്തില് രാഷ്ട്രീയ സ്വയംസേവക സംഘം അത്ര പ്രബലമായിരുന്നില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ആ ഒരു ഡ്യൂട്ടിഫുള്ളായിട്ട് കടമ നിർവഹിക്കാൻ യാതൊരു ഭയമില്ലാത്ത, ത്യാഗം ചെയ്യാൻ മനോഭാവമുള്ള ആളുകളുടെ ഒരു നിര RSS അന്നേ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് എമർജൻസിയിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ച വാസ്തവത്തിൽ. ഇപ്പോ ഞാൻ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ എടുത്ത ആളുകളുടെ ആ കാലത്തെ ഈ പ്രായം എന്ന് പറയുന്നത് 18 മുതൽ 22, 23 വരെയുള്ള പ്രായമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ചെറുപ്പമായ ഒരു പ്രായമാണ്. ഒപ്പം തന്നെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ്. ആ സമ്പത്തിന് പണയം വെച്ചുകൊണ്ടാണ് രാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ പോരാടാൻ ഇറങ്ങുന്നത്. RSS എന്ന് പറയുന്ന സംഘടന അത്തരത്തിലൊരു യുവാവിനെ അല്ലെങ്കിൽ ഒരു യുവതയെ മോഡിഫൈ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് തരുന്ന ഊർജം അത്രത്തോളം ആയതുകൊണ്ടല്ലേ? തീർച്ചയായിട്ടും RSSന്റെ ഒരു ലക്ഷ്യമുണ്ടല്ലോ. ആ ലക്ഷ്യം ഭരണമല്ല. മറ്റെല്ലാവർക്കും 5 കൊല്ലത്തെ ലക്ഷ്യമാണ് അവർ വെക്കുന്നത്. പക്ഷെ RSS 5 കൊല്ലത്തെ ലക്ഷ്യം വെച്ചിട്ടില്ല. RSS ഈ രാഷ്ട്രത്തിന്റെ ഉന്നതിയാണ്. ഈ രാഷ്ട്രം മറ്റെല്ലാ രാഷ്ട്രത്തെയും കടപിടിക്കുന്ന രീതിയിൽ ഒരു കാലത്ത് ഒരു മാതൃസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ഗുരുസ്ഥാനീയമായിട്ട് ഉണ്ടായിരുന്ന ഭാരതം അതിന് വീണ്ടും അതേ രംഗത്തേക്ക് എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് RSSന്റെ ആശയം മുന്നോട്ട് പോകുന്നത്. അവിടെ മത, ജാതി, വർഗ അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഭാരതം, ആ ഭാരതത്തിന്റെ ഒരു സംസ്കൃതി, ഹൈന്ദവ സംസ്കൃതി അതിനെ വിളിക്കപ്പെടുന്നു. ആ സംസ്കൃതിയുടെ അതിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഒരുക്കുന്നത്. അപ്പൊ അതിൽ വരുന്ന ധാരാളം ഹെർഡിൽസ്, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ അതൊക്കെ സഹിക്കേണ്ടി വരും എന്നറിഞ്ഞുകൊണ്ടാണ് ഒരു RSS പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പരാജയം നേരിട്ടിട്ടുണ്ടാവാം. പലപ്പോഴും പല രീതിയിൽ പരാജയം ഉണ്ടെങ്കിലും ആ പരാജയമൊക്കെ നമ്മുടെ വിജയത്തിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു.
എങ്ങനെയാണ് RSSലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ സംഘപ്രവർത്തകനായിട്ടുള്ള ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു? ഞാൻ ചെറുപ്പത്തിലെ RSSകാരനാണ്. എനിക്ക് സ്കൂൾ ടൈമിൽ തന്നെ സംഘത്തിന്റെ ഒരു ആശയം തരാൻ എൻ്റെ എൽഡേഴ്സ് ആയിട്ട് പലരും ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ശാഖയിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ സംഘത്തിലെ ഭാഗമായി. വളർന്നു. പല ചുമതലകളും വഹിച്ചു. ഞാൻ എറണാകുളം വിഭാഗിന്റെ കാര്യവാഹമായിരുന്നു അവസാനം. പിന്നെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയിലെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് കുറേ കാലം പ്രവർത്തിച്ചു. അപ്പോൾ അസുഖമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ വീട്ടിലിരുന്നു കൊണ്ടും കിടന്നുകൊണ്ടുമൊക്കെ ഞാൻ എന്നാലാവുന്ന പ്രവർത്തനം ഞാൻ ചെയ്യുന്നുണ്ട്. മറ്റേ ലേഖനങ്ങൾ എഴുതുകയോ അല്ലെങ്കിൽ കത്തുകൾ ഇവിടെയൊക്കെ അങ്ങനെ ഒരു എൻ്റെ നിലയിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മരണം വരെ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇപ്പൊ 50 വർഷങ്ങൾ പിന്നിടുകയാണ്, അല്ലെങ്കിൽ തികയാൻ പോവുകയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ശേഷം. തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ദിവസത്തെ, അല്ലെങ്കിൽ ആ പ്രഖ്യാപിച്ച ആ ദിവസത്തെ ഓർത്തെടുക്കുന്നത്? അത് ആന്റിസിപ്പേറ്റഡ് ആയിരുന്നു ശരിക്കും സംഘത്തിന്. പൊതുവെ അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന സംഘത്തിന്റെ നേതൃത്വം മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ജൂൺ മാസം 25-ാം തീയതിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെങ്കിലും 24-ാം തീയതി രാത്രി. ജൂലൈ മാസം 4-ാം തീയതി ആകുമ്പോഴാണ് സംഘത്തെ നിരോധിക്കുന്നത്. അപ്പൊ അത്രയും സമയം സംഘത്തിന് ഒരുങ്ങാൻ കിട്ടി എന്നുള്ളതാണ് വാസ്തവം. അത് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പ്രാന്ത കാര്യാലയത്തില് അഖില ഭാരതീയ ബൈടെക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് തന്നെ പല തീരുമാനങ്ങളെടുത്ത് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകേണ്ടവരാര്, അല്ലാതെ പ്രവർത്തിക്കേണ്ടവരാര് എന്നൊക്കെ നിശ്ചയിക്കാനും അതനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്യാനും സാധിച്ചു എന്നുള്ള വലിയൊരു കാര്യമാണ്. അത് വലിയ നേട്ടമായിരുന്നു. അതുകൊണ്ട് എന്താ വെച്ചാൽ പ്രധാനപ്പെട്ട പല പ്രവർത്തകരും നമ്മൾ അറസ്റ്റ് വരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതേസമയം അങ്ങനെ അല്ലാത്ത പലരും അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം ചെയ്യത്തക്ക രീതിയിൽ പ്രത്യേകിച്ച് കഷ്ടതകളും യാതനകളും അനുഭവിക്കാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയൊക്കെ ഉള്ള ആളുകളൊക്കെ അതിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ സമരം നമ്മൾ നടത്തിയത്. സമരത്തിന് 4 പേര്, 5 പേര്, 10 പേര് അങ്ങനെ ഗ്രൂപ്പായിട്ട് പോവുക. പലപ്പോഴും അല്ല എപ്പോഴും തല്ലുകൊള്ളുക. അങ്ങനെ പോയിട്ട് വീണ്ടും പോവുക സമരത്തിന്. തല്ലുകൊണ്ടിട്ട് ഓടി പോകുന്ന ആള് പിന്നെ ഒരു ബാച്ചിന്റെ കൂടെ പോകാൻ അയാൾ തയ്യാറായിരുന്നു. എൻ്റെ ബ്രദർ 4 തവണ പോയി. അവസാനം എൻ്റെ രണ്ടാമത്തെ ബ്രദർ 4 തവണ പോയിട്ട് അവസാനം ഇയാൾ പിന്നെയും വരും എന്നുള്ളതുകൊണ്ട് അയാളെ മിസൈലാക്കി. പിന്നെ മിസ്സാ പീരീഡ് കഴിയുന്നവരെ ജയിലിലായിരുന്നു ആൾ. അത്തരം ആ ഒരു ആവേശം നമ്മുടെ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു. ഒരു തവണ തല്ലുകൊണ്ടുവന്ന് എൻ്റെ കടമ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിരുന്നില്ല, ഞാൻ വീണ്ടും പോകാം എന്ന് പറഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് സമരത്തിന് പോയ ആൾക്കാരുണ്ട്. ഈ മിസ സംവിധാനം എങ്ങനെയാ ഉണ്ടായിരുന്നത്? മിസൈൽ എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക, ജയിലിലേക്ക് നേരെ കൊണ്ടുപോവുക. കോടതിയിൽ ഹാജരാക്കിയിട്ട് ഒരു FIR ഫയൽ ചെയ്യുക. അത്തരത്തിലുള്ള യാതൊരു ആവശ്യകതയില്ല. കരുതൽ തടങ്കൽ എന്നാണ് അതിന് പേര്. അതുകൊണ്ട് സ്ട്രേറ്റ് അവേ ജയിലിലേക്ക് കൊണ്ടുപോകും, അവിടെ താമസിപ്പിക്കും. അടിയന്തരാവസ്ഥ പിൻവലിച്ചപ്പോൾ അവരെയൊക്കെ പുറത്തു വിടുകയും ചെയ്തു. അത്തരത്തിൽ ജയിലിലേക്ക് പോകുന്നവർക്കും മർദ്ദനങ്ങൾ ഇല്ല, അവർക്ക് അങ്ങനെ മിസൈലുള്ളവർക്ക് മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നില്ല. മിക്കവാറും അവർ സ്റ്റേറ്റ് ലീഡേഴ്സ് അങ്ങനെയുള്ള ആളുകളെയാണ് അവർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ സംഘത്തിന്റെ പ്രവർത്തകരാണ് കൂടുതലും. പിന്നെ കുറച്ച് സോഷ്യലിസ്റ്റുകളുണ്ടായിരുന്നു, നക്സൽവാദികളുടെ കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ കമ്മ്യൂണിസ്റ്റുകാർ ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവരൊരു കോംപ്രമൈസ് ടൂണാണ് എടുത്തത്. അതുകൊണ്ട് അവരെയൊക്കെ പുറത്തേക്ക് വിട്ടു. പിന്നെ കേരള കോൺഗ്രസിന്റെ ഭരണകക്ഷിയല്ലാത്ത കേരള കോൺഗ്രസിന്റെ 2 കേരള കോൺഗ്രസ് വിഭാഗം ഉണ്ടായിരുന്നു. മറ്റേ കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ വീണ്ടും ഒരു അടിയന്തരാവസ്ഥ പോലത്തെ ഒരു കാലഘട്ടം വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രവർത്തനത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ പോകാൻ തയ്യാറാണ്? എന്നാലാവും വിധം. എനിക്കിപ്പോഴത്തെ സ്ഥിതി അങ്ങനെയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് സ്ഥിതി. ഈ സ്ഥിതിയിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യും. ഇനിയിപ്പോ ഇതൊന്നും കണ്ടില്ല നടിച്ചിട്ട് വരണം എന്ന് പറഞ്ഞാൽ ഐ ആം റെഡി. കാരണം അവസാന കാലഘട്ടത്തിലെങ്കിലും കൂടുതൽ ആ സമയത്തും എനിക്ക് സംഘത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു സ്ഫൂർത്തി ഉണ്ടല്ലോ, അത് ഒരു സ്വയം സേവന സംബന്ധിച്ചിടത്തോളം വലുതാണ്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ആ ഒരു വികാര തീവ്രത മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം സംഘം മാത്രമേ അത് ആ രീതിയിൽ പ്രവർത്തകരെ വാർത്തെടുത്തിട്ടുള്ളൂ. മറ്റവർക്കൊക്കെയുള്ള പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ ഒരളവ് വരെ സെൽഫിഷാണ്, വ്യക്തിപരമാണ്. മറ്റേത് അങ്ങനെയല്ല. മാതൃത്വത്തോടുള്ള, അമ്മയോടുള്ള അല്ലെങ്കിൽ ഭാരത മാതാവിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്.
ആ കമ്മിറ്റ്മെന്റ് മറ്റേതിനേക്കാളും സ്വന്തം അമ്മയെ പോലും അവഗണിച്ചുകൊണ്ടാണ് സംഘത്തിന്റെ പ്രവർത്തകര് സംഘ ഫീൽഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് താല്പര്യമില്ല. ചിലപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ കോൺഗ്രസ്കാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരായിരിക്കാം. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് സംഘത്തിന്റെ പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാകുമ്പോൾ ആ സംഘത്തിന്റെ പ്രവർത്തകർ എപ്പോഴും അതിൽ ഉറച്ചു നിൽക്കും. അതിന്റെ പ്രതിഫലനമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ പരിപ്പ് ഇവിടെ വേവില്ല മോനെ, RSSകാരാന്ന് പറഞ്ഞ് നടന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് എവിടെ നിൽക്കും നമുക്കറിയാൻ സാധിക്കും. സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കൂടുതൽ ശിഥിലീകരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിക്കുന്നതും കോൺഗ്രസിനെ കൊണ്ടല്ല, RSSനെ കൊണ്ടാണ്. സംഘപ്രവർത്തനത്തിലെ ബലമായിട്ടാണ്. അപ്പോൾ RSSനെ തളർത്താനാവില്ല, അത് വളർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ തളരാത്ത ശക്തിയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിച്ചതിലും. അപ്പം